ഗുഡ് ആഫ്റ്റർനൂൺ. ഇത്രയും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്. ഇതാണ് ഇന്നത്തെ സ്വഭാവയാണോ ഒക്കെ ആയിക്കൊണ്ട് എല്ലാവരും തിരക്കിലാണോ? അതെ അല്ലേ? ആ ഓക്കെ, അതിന്റെ തിരക്കിലായിരിക്കും. ഓക്കെ, എത്ര പേര് ജോയിൻ ചെയ്യുന്നുണ്ട്? 8 പേരോളം ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അവരുടെ സൗകര്യം പോലെ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട് അല്ലെ? എല്ലാവരും തിരക്കിലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളിപ്പോ ഓക്കെ, അതെന്തോ കട്ടായി പോയതാട്ടോ. ഓക്കെ, അപ്പോ 9 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ക്ലാസ് തുടങ്ങാം. ഇനി ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് കയറുവാണെങ്കിൽ കയറട്ടെ, അല്ലെങ്കിൽ അവരെ റെക്കോർഡ് ക്ലാസ് കാണട്ടെ അല്ലെ? നമ്മൾ ഇനിയിപ്പോ 3rd മോഡ്യൂളിലെ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മാർക്കറ്റിംഗ് ആണ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിടുവോ? ശ്രുതി, ഷഹനാസ്, ആരെങ്കിലും പേജ് നമ്പർ എത്രയാണെന്ന് ഷെയർ ചെയ്യോ? 93 കേട്ടോ. പേജ് നമ്പർ 93. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കോമൺ ആയിട്ടൊരു കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് മാർക്കറ്റിംഗ് അല്ലെ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? എന്താ നമ്മൾ മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ നമ്മളപ്പോ മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മള് എന്താ പറയാ, ഒരു പ്രൊഡക്റ്റ്, അതിപ്പോ എന്തെങ്കിലും സാധനങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് സേവനങ്ങളാകാം. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിനെ മാത്രം ബേസ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഇത്. ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ബിസിനസ് ഫീൽഡിലോ എല്ലാം അത് ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിനെ മാത്രം ബേസ് ചെയ്ത് കാണരുത്. ഓവറോൾ ആയിട്ട് ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ 3rd ഉം 4th മൊഡ്യൂളുകളിൽ നമ്മള് 1st 2nd മൊഡ്യൂൾ പോലെയല്ല അതിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ മാത്രം ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വ്യൂവിന് മാത്രം കാണരുത്. ജനറൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് മെത്തേഡുകൾ, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും മാർക്കറ്റിംഗ് എന്ന് പറയാം. എന്താണ്? ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി.
അത് ഞാനത് ഉണ്ടാക്കി എന്റെ വീട്ടിൽ വെച്ചിട്ട് മാത്രം മതിയോ? അത് അത് കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ അത് യൂസറിലേക്ക് എത്തിക്കണം എനിക്ക്, അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങൾ, അതിന് പല മെത്തേഡുകൾ ഉണ്ട്. അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, അല്ലെ? അങ്ങനെ പല രീതിയിൽ പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലൂടെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആരിലേക്ക് എത്തിക്കണം? കൺസ്യൂമറിലേക്ക് എത്തിക്കണം, അല്ലെ? നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് അത് കൺസ്യൂമറിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. എന്താണ്? മാർക്കറ്റിംഗ് ഈസ് കൺസേൺ വിത്ത് പീപ്പിൾ ആൻഡ് activities involved in the flow of goods and services from producer to consumer. ഇത് ജനറൽ ആയിട്ട് മനസ്സിലായോ? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇനി ഇവിടെ നോക്കിയേ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എന്താണ്, അതിന് 2-3 ഡെഫിനിഷനാ കൊടുത്തേക്കണേ. ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കണ്ട. ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കില്ല. ഇനിയിപ്പോ അതെന്താണ്, ആ ഡെഫിനിഷൻ അവിടെ തന്നിട്ട് അതെന്താണെന്ന് അങ്ങനെ ചോദിക്കാം. ഫസ്റ്റത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് that manage the flow of goods and services from the producer to the consumer or user. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. It is a performance of business activity that manage the flow of goods and services from the producer to the consumer or user. ഒരു പ്രൊഡ്യൂസറിൽ നിന്ന്, അല്ലെ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങൾ. സർവീസ് എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ, അല്ലെ? ഗുഡ്സോ സർവീസോ ഒരു സാധനങ്ങളാകാം, സേവനങ്ങളാകാം. അത് യൂസറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന, അതിന്റെ അല്ലെങ്കിൽ ഫ്ലോ നിയന്ത്രിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും മാർക്കറ്റിംഗ് എന്ന് പറയാം. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കോ അല്ലെങ്കിൽ യൂസറിലേക്കോ ഉള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക്, ആ ഒരു ഫ്ലോ നിയന്ത്രിക്കുന്ന ബിസിനസ് ആക്ടിവിറ്റീസിനെ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ എക്സാമിന് ചോദിക്കാം. ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം producer to consumer or user is called dash. എന്തെന്ന് പറയാം? ഇനി എന്തെന്ന് പറയാം? നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇനി നോക്കിയേ, അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്. സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, അതായത് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു ഗുഡ്സിന്റെയും സർവീസുകളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ചിട്ടയായ ഒരു വിതരണം, കേട്ടോ. സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ, ഒരു ചിട്ടയായ വിതരണമാണ് വിതരണവും വികസനവും. ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ, ചിട്ടയായ ഒരു വികസനവും വിതരണവുമാണ് മാർക്കറ്റിംഗ്. കണ്ടോ? It is the development and systematic distribution of goods and services for ആർക്ക് വേണ്ടിയാ? selected consumer segment. ഒരു തെരഞ്ഞെടുത്ത കൺസ്യൂമർ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വികസനവും ചിട്ടയായിട്ടുള്ള വിതരണവുമാണ് മാർക്കറ്റിംഗ്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കറ്റിംഗ് is the functional management by an organization of its exchange relations with the various market. എന്താ പറഞ്ഞത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വിവിധ മാർക്കറ്റുകളുമായിട്ടുള്ള വിനിമയ ബന്ധമുള്ള ഒരു ഓർഗനൈസേഷന്റെ ഫങ്ഷണൽ മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് is the functional management by an organization. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഫങ്ഷണൽ മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ? ഓഫീസ് എക്സ്ചേഞ്ച് റിലേഷൻ വിത്ത് വേരിയസ് മാർക്കറ്റ്. പല മാർക്കറ്റുകളുമായിട്ട് വിപണികളുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഉള്ള വിനിമയ ബന്ധമുള്ള ഒരു ഓർഗനൈസേഷന്റെ ഫങ്ഷണൽ മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗ്. അവിടെ 3 ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതൊന്ന് വായിച്ചു വെക്കുക. അതിൽ ആ ഡെഫിനിഷൻ തന്നെ നമുക്ക് തന്നിട്ട് അത് ഏതാണ്
ഇപ്പൊ നമുക്ക് ചോദിക്കാം, ഡാഷ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ. എന്താ? മാർക്കറ്റിംഗ്. കേട്ടോ, അങ്ങനെ ഡാഷ് ഇട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ആദ്യത്തേത് ചോദിക്കാം, ദ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. അവിടെ ഏതാ? മാർക്കറ്റിംഗ്. ഫസ്റ്റത്തെ പോയിന്റിലും അതുപോലെ അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം. ദ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് തന്നെ തന്നിട്ട് അവിടെ ചോദിക്കാം. അപ്പൊ മൂന്നിന്റെയും ആൻസർ എന്ത് എഴുതാം നമുക്ക്? മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കിയേ, മാർക്കറ്റിംഗ് ഇൻ hospital is fundamentally same as that of any business organization. ഒരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും തുല്യമാണ്. അതായത് ഒരു ബിസിനസ്സിലെ മാർക്കറ്റിംഗ് ഇല്ലേ, അതുപോലെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ആ പ്രൊസീജിയർ, സ്റ്റെപ്സ്, കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ മാർക്കറ്റിംഗ് പോലെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഈ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും തുല്യമാണ്. അതായത് മാർക്കറ്റിംഗ് സ്റ്റെപ്പുകൾ, കാര്യങ്ങള്, അതൊക്കെ അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇതെല്ലാം ഫണ്ടമെന്റലി സെയിം ആണ്. മനസ്സിലായോ? മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽ ഈസ് ഫണ്ടമെന്റലി സെയിം ആസ് ദാറ്റ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. ബട്ട് മാർക്കറ്റിംഗ് ഈസ് എന്നാ ഇവിടെ നോക്കിയേ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താ? ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് ആൻ അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? എന്നാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മുടെ ബിസിനസിന്റെ മാർക്കറ്റിങ്ങിന് പോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിങ്ങും സെയിം ആണെന്ന് പറഞ്ഞു. എങ്കിലും പറയാണ് ഈ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ. അൺഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അനാചാരങ്ങൾ. എന്നാലും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ സെൽ ചെയ്യുക എന്ന് വെച്ചാൽ വിൽക്കുന്നതിനോ ഉള്ള ഒരു അനാചാര രീതിയായി കണക്കാക്കപ്പെടുന്നു. അതാണ് ആ സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. എന്നാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താ? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനോ വിൽക്കുന്നതിനോ, ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഒരു അനാചാര രീതിയായി കണക്കാക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ വേണമെങ്കിലും ആകാം, ഒരു പ്രത്യേക നിയമത്തെ അത് മുറുകെ പിടിക്കുന്നില്ല. നിങ്ങളൊന്ന് നോക്കിയേ, ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അത് നല്ല മാർക്കറ്റിംഗ് കൊടുത്തു, അതായത് എന്റെ പ്രൊഡക്റ്റ് മുഴുവനും സെയിലായി പോയി അല്ലേ? ഞാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്, ഞാൻ അവിടെ ഉത്പാദിപ്പിച്ച പ്രൊഡക്റ്റ് മുഴുവനും സെയിലായി, എനിക്ക് അതിൽ നിന്ന് ഒത്തിരി ലാഭം കിട്ടി, എന്റെ ബിസിനസ് അവിടെ ഡെവലപ്പ് ചെയ്തു. ഇനി ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ്, അവിടെ ആരെയും നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് വരുമ്പോൾ അവിടെ കൺസ്യൂമർ ആരായിരിക്കും? അവിടെ? പേഷ്യന്റ്. വെരി ഗുഡ്, ഷഹനാസ് ഉണ്ടിട്ട് പേഷ്യന്റ് ആണ്. അപ്പോ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ ഒരു സാധനങ്ങളല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സർവീസ് ആണ് ഹോസ്പിറ്റലിൽ കൊടുക്കണേ അല്ലെ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് എന്താ? ഒരു സർവീസ് ആണ്. അപ്പൊ അതെങ്ങനെയാ നമ്മള് കൊടുക്കുന്ന ഒരു സർവീസ്? അതായത് നമ്മൾ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? കുറെ ആളുകള് ഹോസ്പിറ്റലിലേക്ക് വരണം അല്ലേ? കൂടുതൽ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് വരുത്തുക, അതാണ് ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ്. എങ്കിലല്ലേ ആ ഹോസ്പിറ്റലില് എന്താ ഒരു ഡെവലപ്മെന്റ് വരുള്ളൂ, അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുള്ളൂ. നമ്മൾ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി അവിടെ കുറച്ച് സ്റ്റാഫുകൾ കൊണ്ടുവന്നു, അവിടെ പേഷ്യൻസ് വന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? അതിന്റെ നിലനിൽപ്പില്ല. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? കുറെ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ അതെന്താ പറഞ്ഞത്? ഒരു നെഗറ്റീവായിട്ട്, അതായത് ഹെൽത്ത് കെയർ വിൽക്കുന്നതിനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഉള്ള ഒരു അൺഓർത്തഡോക്സ് മോഡ്, അനാചാരമായ രീതിയായി ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് കണക്കാക്കാം. കൂടുതൽ ആളുകൾ വരാന്ന് പറഞ്ഞാൽ അവർക്ക് രോഗം ഉണ്ടാവണ്ടേ ഇല്ലേ?
ഒരു ഹെൽത്ത് കെയർ, ഒരു ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിൽക്കുന്നതിനോ ഉള്ള ഒരു അനാചാരമായ രീതിയായി മാർക്കറ്റിങ്ങിനെ നമുക്ക് കണക്കാക്കാം. മനസ്സിലായോ? അതായത് കൂടുതൽ ആളുകൾക്ക് രോഗം വന്നാലല്ലേ കൂടുതൽ പേര് ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. കൂടുതൽ പേര് ഹോസ്പിറ്റലിലേക്ക് വന്നാലല്ലേ എന്താ അവിടെ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുള്ളൂ. അതാണ് ആ ഒരു സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അവിടെ എന്താ പറയുന്നത്, ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എങ്ങനെ വേണമെങ്കിലും ആകാം. അത് നമുക്ക് എന്താ പറയാ, ഒരു പ്രത്യേക നിയമത്തെ അവിടെ മുറുകെ പിടിക്കുന്നില്ല. അത്രയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് അവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണ്, മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വിൽപ്പന മാത്രമാണ്. അതെന്താണ്, മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണയാണ്. മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എന്താ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലിംഗ് മാത്രമാണ് എന്നുള്ളത്. സെല്ലിംഗ് മാത്രമാണോ, വിൽപ്പന മാത്രമാണോ മാർക്കറ്റിംഗിൽ വരുന്നത്? സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റിംഗിന്റെ പല ഫംഗ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ പല ഫംഗ്ഷനുകളുണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ്. മനസ്സിലാവണ്ടോ? സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. അണ്ടർലൈൻ ചെയ്തിട്ടേ ആ സെന്റൻസ്. Selling is just one of the several functions of dash. എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ പല ഫങ്ഷൻസിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ്. അതാ നോക്കിയേ, മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ്. അപ്പൊ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ മറ്റുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാ? എക്സാമിന് ചോദിക്കാം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്തൊക്കെയാന്നൊക്കെ? നീഡ് അസസ്മെന്റ്, ആവശ്യകത വിലയിരുത്തുക. അസസ് ചെയ്യുക, നീഡ് അസസ്മെന്റ്, എന്താണ് ആവശ്യം അല്ലെ? ഇപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവർക്കുടെ ആവശ്യകത എന്താണ്, അത് അസസ് ചെയ്യണം. ആവശ്യകത വിലയിരുത്തുക. മാർക്കറ്റ് റിസർച്ച്, അതിന്റെ ഗവേഷണങ്ങൾ നടത്തുക. ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, ജനറൽ ആയിട്ടും കൂടിയാണ് പറയുന്നത്. നമുക്ക് എന്താണോ ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസ്, നമുക്ക് മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യകത വിലയിരുത്തുക. ഒന്നാമത്തെ, അതായത് ഇപ്പോഴത്തെ ട്രെൻഡ്, നമ്മളിപ്പോ ഒരു ഡ്രസ്സ് നമ്മൾ അത് ഇത് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് പുതിയ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുപോകുന്നു. അത് പണ്ട് ഫാഷൻ ഉള്ളതാണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും മേടിക്കോ? അത് വിറ്റുപോകുമോ? അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? ഇപ്പൊ റീസെന്റ് എന്താണ്, ഇപ്പൊ ആളുകളുടെ ആവശ്യകത എന്താണ്, ആളുകൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡ് ഏതാണ്, ഏത് തരം ഡ്രസ്സാണ് ഇപ്പൊ കൂടുതൽ ഇതാ ഉള്ളത്, അങ്ങനെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് വേണം നമ്മൾ കൊണ്ടുവരാൻ അല്ലെ? അപ്പൊ എന്താ പറയാ, അപ്പൊ അത് കൂടുതൽ സെയിൽ ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ സെയിൽ ചെയ്ത് പോകും. അപ്പൊ അതിന്റെ ലാഭം നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് മാർക്കറ്റിംഗിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അതിന്റെ ആവശ്യകത വിലയിരുത്തൽ. എന്താണ് ആവശ്യം, അത് നമ്മൾ അസസ് ചെയ്യണം, വിലയിരുത്തണം. മാർക്കറ്റിംഗ് റിസർച്ച്, ഇനി എന്ത് ചെയ്യണം? റിസർച്ചുകൾ നടത്തണം. പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ സ്റ്റെപ്പുകൾ കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ അവിടെ. മാർക്കറ്റിംഗ് റിസർച്ച് നടത്തണം. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, എന്നിട്ട് പ്രൊഡക്റ്റ് നമ്മൾ വികസിപ്പിക്കണം. പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതും വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നമുക്ക് തോന്നിയ വില അതിനിടാൻ പറ്റുമോ? ഇപ്പൊ ഒരു എങ്ങനെ നോക്കിയാലും ഒരു 100 രൂപയുടെ ഒരു സാധനം ഏത് രീതിയിൽ നോക്കിയാൽ അതിൽ കൂടുതൽ 1 രൂപ പോലും കൂടുതൽ വരാൻ പറ്റുന്ന ഒരു സാധനം അല്ല, ഒരു പ്രൊഡക്റ്റ് അല്ല ഞാൻ അവിടെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാനത് മാർക്കറ്റിംഗിലേക്ക് ഇറക്കണേന്ന് വിചാരിക്കുക. ഞാനതിന് ഒരു 500 രൂപ കഴിഞ്ഞ കാര്യമുണ്ടോ? ആരെങ്കിലും വാങ്ങുമോ? ആ സാധനം അവിടെ ഇരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടണം അല്ലെ? ലാഭം കിട്ടി, എന്നാൽ ആളുകൾക്ക് എന്താ വലിയ, നമ്മൾ പറയുന്നത് കത്തിയാളൊക്കെ പറയില്ലേ, നമുക്ക് എന്താ ഒത്തിരി ആളുകൾക്ക് ഒത്തിരി വില പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൈസ് സെറ്റ് ചെയ്യണം നമ്മള്. നമുക്ക് ചെറിയൊരു ലാഭം കിട്ടുന്ന രീതിയിലുള്ളതും ആളുകൾക്ക് എന്താ പറയാ, അതിനൊരു മൂല്യം വേണം. ഉണ്ടാക്കണേന് ഇത്ര രൂപയ്ക്കുള്ളൊരു സംഭവം വേണമല്ലോ. അത് അപ്പൊ പ്രൈസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതെ, അടുത്തതാണ് ഒരു ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതൊരു വലിയ കാര്യല്ലേ? ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞ കാര്യമുണ്ടോ? അത് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് പല മെത്തേഡുകളിലൂടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം അല്ലേ?
നമുക്കത് ആ പ്രൊഡക്റ്റ് എന്താണ് നമുക്കത് വിതരണം ചെയ്യണം. പിന്നെ എല്ലാ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തിട്ടെ, സെല്ലിങ്, നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. കിട്ടിയോ? അണ്ടർലൈൻ ചെയ്തിട്ടോ? ഓക്കെ, ചോദിക്കാം കേട്ടോ. ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണത്. പിന്നെ നോക്കിയേ, അടുത്തത് ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സ്കർപ്പിൾസ്. സ്കർപ്പിൾസ് എന്ന് വെച്ചാൽ മിച്ചം, മിച്ചം മിച്ചം വരിക. ഓക്കെ, എന്താണ് മാർക്കറ്റിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ലക്ഷ്യം എന്താ? ഈസ് ടു മേക്ക് സെല്ലിംഗ് സ്കർപ്പിൾസ്, മിച്ചം വിറ്റഴിക്കുക അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് ഡാഷ്, എന്താ? സെല്ലിംഗ് സ്കർപ്പിൾസ്, മിച്ചം വിറ്റഴിക്കുക അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതെല്ലാം മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആ പറഞ്ഞത്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ, സെല്ലിംഗ് കൂടാതെ മാർക്കറ്റിംഗിന് പല ഫങ്ഷൻസ് ഉണ്ട്. നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ദെൻ പ്രൈസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാം മാർക്കറ്റിംഗിന്റെ പല ഫങ്ഷൻസ് ആണ്. പിന്നെ മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈസ് ടു മേക്ക് സെല്ലിംഗ് സ്കർപ്പിൾസ്, മിച്ചം വിറ്റഴിക്കുക അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്. അതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് മാർക്കറ്റിംഗിൽ പറയുന്നത് ക്വാളിറ്റി എലോൺ ഈസ് എലോൺ. അത് എലോൺ എന്നാണ് കേട്ടോ. NE ആണ്, എലോൺ അല്ല, എലോൺ. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. ക്വാളിറ്റി എലോൺ, എലോൺ ALONE, എലോൺ ഈസ് നോട്ട് ഇനഫ്. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. ക്വാളിറ്റിക്ക് മാത്രമാണോ? ആണോ? നമ്മുടെ വീട്ടിലാണെങ്കിലും മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടൊക്കെ കുറെ ആളുകളൊക്കെ വന്ന് കുറെ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തി തരും. നല്ല ക്വാളിറ്റിയിലുള്ളത്. ക്വാളിറ്റി മാത്രമാണോ അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് മാർക്കറ്റിംഗില്? അത് എന്താ പറയാ, ക്വാളിറ്റിക്ക് മാത്രമല്ല ഒരു പ്രാധാന്യം വരുന്നത്. എന്താണ് അതില്? ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ ഞാൻ ഉണ്ടാക്കി, പക്ക നമ്മൾ പറയില്ലേ, എല്ലാം ഇത് ഒരു മായവും ചേരാത്ത എല്ലാം നാച്ചുറൽ ആയിട്ട് എല്ലാരും ഇതാക്കി ഞാനെല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ അതിനൊരു പ്രൈസ് പ്രൈസ് ആണെങ്കിലും ഞാൻ ഇട്ടു. പക്ഷെ അത് എന്താ പറയാ, അതിന് മാത്രമല്ല ഞാൻ എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന കഴിഞ്ഞാൽ ആ സാധനം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കി എന്നുള്ളത് ആളുകൾ അറിയോ? നമ്മള് ചിലർ പറയില്ലേ, പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ നല്ല ഉണ്ടെങ്കിൽ അത് വിറ്റ് പോകുമെന്ന് അല്ലേ? ചില ആൾക്കാർ ഇതുപോലെ തന്നെ വന്നു കഴിയുമ്പോ നമ്മള് എന്താ പറയാ, അവര് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും അല്ലേ? ക്വാളിറ്റി മാത്രമല്ല അവിടെ ഈ മാർക്കറ്റിംഗിൽ വരുന്നത്. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം വരുന്നത്. ഇവിടെ നോക്കി, അതിന് രണ്ട് കുഞ്ഞ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഓഫ് പൈനിയർ ടൂൾസ് ആൻഡ് ഡൈ കമ്പനി, കേസ് ഓഫ് മാനുഫാക്ചറിംഗ് പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് മൗസ്ട്രാപ്പ്. മൗസ്ട്രാപ്പ് എന്ന് വെച്ചാൽ എന്താ? എലി പിടിക്കണായിട്ടില്ലേ, എലിക്കിണി ഇതില്ലേ മൗസ്ട്രാപ്പ്. അപ്പൊ അത് ഈ പൈനിയർ ടൂൾസ് ആൻഡ് ഡൈ കമ്പനി മൗസ്ട്രാപ്പ് നിർമ്മിച്ചത് ഈ ഒരു ഉദാഹരണമാണ്. മൗസ്ട്രാപ്പ് ഹൈ കോസ്റ്റ് ഹൈ ക്വാളിറ്റി, നല്ല കോസ്റ്റില് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയത്. പക്ഷെ നോ സെയിൽസ്. ഒരെണ്ണം മതി കേട്ടോ. നോ സെയിൽ 2 പ്രാവശ്യം വന്നിട്ട് 1 പ്രാവശ്യം മതി. നോ സെയിൽ, failed to effectively market. എന്താണ്? മാർക്കറ്റിൽ അത് പരാജയപ്പെട്ടു, ഫെയിലായി. കണ്ടോ? നല്ല കോസ്റ്റില് നല്ല ക്വാളിറ്റിയില് മൗസ്ട്രാപ്പ് നിർമ്മിച്ചു. പക്ഷെ മാർക്കറ്റിൽ അത് സക്സസ്ഫുൾ ആയോ? എഫക്റ്റീവ്ലി failed to effectively market. മാർക്കറ്റില് അത് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ, അതിന്റെ വിലയും ഇമ്പോർട്ടൻസാ. ഒരുപാട് വിലയൊക്കെ നമ്മൾ പറയും, ശരിക്കും ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് വില കൂടും എന്ന് പറയും.
എന്നാലും നമ്മുടെ സാധാരണക്കാരൊക്കെ ഇച്ചിരി എന്താ പറയാ ഒരുപാട് വെറൈറ്റി ഉള്ളതിലേക്കൊന്നും നമ്മളത് ചൂസ് ചെയ്യൂല അല്ലെ. നമുക്ക് വില കുറഞ്ഞ എവിടെ കിട്ടണോ അവിടേക്ക് നമ്മളൊരു നോട്ടം പോകുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ അത് ചിലപ്പോ എന്താ ആ പ്രൊഡക്റ്റ് സെയിൽ ആവണമെന്നില്ല. ഒരുപാട് വിലയില് നല്ല ക്വാളിറ്റിയിലാണ്, അതുകൊണ്ട് തന്നെ നല്ല വിലയും സെറ്റ് ചെയ്തു. പക്ഷെ അത് മാർക്കറ്റില് ഫെയിലായി അല്ലെ. നിങ്ങളൊക്കെ അങ്ങനെയാണോ? വില കുറഞ്ഞതിലേക്കല്ലേ നമുക്കൊരു ചെറിയ നോട്ടം പോണേ അല്ലേ. അതുപോലെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മുടെ നോട്ടം പോകുന്നത് അല്ലെ. ഒരുപാട് പൈസയൊന്നും നമ്മൾ എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അതായത് ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം. അടുത്തൊരു ഇത് നോക്കിയേ, വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കണേ. എ ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമർ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് ഈസ് വൈറ്റൽ ടു സക്സസ്ഫുൾ മാർക്കറ്റിംഗ്. അടുത്ത് പറഞ്ഞേക്കാണ് കസ്റ്റമറിന്റെ നീഡ്സ്, ആവശ്യകതകള്, ആവശ്യം, അവർക്കുടെ റിക്വയർമെന്റ്സ്, നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഈസ് വൈറ്റൽ, സുപ്രധാനമാണ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ സുപ്രധാനമാണ്. എന്തിനാണ്? ടു സക്സസ്ഫുൾ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ വിജയത്തിന് ഈ കസ്റ്റമറിന്റെ ആവശ്യകത, റിക്വയർമെന്റ്സ് പ്രധാനമാണ്. അതെന്താ എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കണത്? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പൊ ആളുകളുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സർവീസ് അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് വേണം നമ്മൾ കൊടുക്കാൻ അല്ലെ. അവർക്ക് ഇപ്പൊ ആരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അധികം സെയിൽ ആവാത്ത, ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത സാധനം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റ് പോകൂല. അപ്പൊ എപ്പോഴും നമ്മള് ഈ മാർക്കറ്റിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, കസ്റ്റമറിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അവർക്കുടെ ആവശ്യകത എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വേണം കൊണ്ടുവരാനായിട്ട്. അവിടെ എക്സാമ്പിൾ നോക്കിയേ. കൊക്കോകോള കമ്പനി ഗെറ്റ് റീഡ് ഓഫ് ഓൾഡ് കോക്ക്. കോക്ക് എന്ന് പറഞ്ഞത് COKE, അതായത് കൊക്കോകോളയുടെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. കോക്ക് എന്ന് പറയുന്നത് കൊക്കോകോളയുടെ ഷോർട്ട് ഫോം ആണ് കോക്ക്. എക്സാമ്പിൾ of Coca-Cola company get rid of old Coke and introduce new one. പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ബൂസ്റ്റ്, ഇതൊക്കെ കോംപ്ലാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മള് കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്ക് അതൊരു വേറെ രീതിയിലേക്ക് വരും. അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഒക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, എങ്കിലും എന്താ പുതിയ ബോട്ടിലേക്കൊക്കെ ആക്കി വെക്കും. അതെന്താ? അതൊരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ. അപ്പൊ പുതിയ ബോട്ടിലും പുതിയ ഇതിനകത്തൊക്കെ വരുമ്പോ നമ്മളെന്താ അത് നമ്മൾ വാങ്ങും ഇല്ലേ. അല്ലേ, നമ്മളതാണ് കുറച്ച് ഇപ്പൊ എന്താ പറയാ, ഒരു എന്തെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങണത് അല്ലെങ്കിൽ വേറെ വെർഷനില് അല്ലെങ്കിൽ വേറെ ബോട്ടില് പല കളറുകളൊക്കെ കൊടുത്ത് അല്ലേ, നല്ല ഇതിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ കുറച്ച് നാൾ കഴിയുമ്പോ അത് മാറ്റി കൊടുക്കണത് എന്താ, ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതായത് എല്ലാം നമ്മൾ ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങൂല. ഇപ്പൊ വേണ്ട, നിങ്ങളുടെ നിസ്സാരം എക്സാമ്പിൾ, ഇപ്പൊ ബേക്കറിയില് നമ്മുടെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റസ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി. ഇപ്പൊ നമ്മള് പണ്ടുള്ള ബിസ്ക്കറ്റിന്റെ ഇപ്പൊ പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് ആരോ റൂട്ട് അല്ലെങ്കിൽ ബ്രിട്ടാനിയ, ഇതിന്റെയൊക്കെ ഇപ്പൊ ആ കവറിൽ തന്നെയാണോ വന്നെ? പണ്ട് നമ്മൾ മേടിച്ചത് ആ ഒരു രീതിയിൽ തന്നെയാ വന്നത് ആണോ? ഇപ്പൊ ടൈഗർ ആവട്ടെ ഏതാണെങ്കിലും അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഹോർലിക്സ്, ബൂസ്റ്റ് ഇതൊക്കെ പണ്ട് ചില്ലുപ്പിയുടെ പോലെ ഇതാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ വന്ന് വേറൊരു ഇതിലേക്കല്ലേ വരുന്നത്. ഇതൊക്കെ എന്താ? അപ്പൊ എന്താ പറയാ, നമ്മളവിടെ നമുക്ക് ആ കസ്റ്റമറിന്റെ അതൊരു പുതിയൊരു രീതിയിലേക്ക് ആക്കി മാറ്റുന്നത് എന്താ, ശരിക്കും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇവിടെ എക്സാമ്പിളുമായിട്ട് പറഞ്ഞത് കൊക്കോകോള കമ്പനി അവരുടെ പഴയ കൊക്കോകോള മാറ്റി ഒരു പുതിയ കൊക്കോകോള ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ഒരു കോക്ക് എന്ന് പറഞ്ഞ കൊക്കോകോളയുടെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. കൊക്കോകോള എന്ന് എഴുതണതിന്റെ ഷോർട്ട് ഫോം ആണ് കോക്ക്, COKE, ഷോർട്ട് ഫോം ഓഫ് കൊക്കോകോള. ഓക്കെ, അപ്പൊ അവര് എന്ത് ചെയ്തു, പഴയ കൊക്കോകോളയുടെ ഇത് മാറ്റിയിട്ട് പുതിയ വേർഷനില് പുതിയ കൊക്കോകോള ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് എക്സാമ്പിൾ ഒന്നും എക്സാമിനൊന്നും ചോദിക്കാറൊന്നുമില്ല. അത് നിങ്ങൾക്കൊന്ന് ഇത്രയും അധികം മനസ്സിലാക്കണം. എന്താ, ക്വാളിറ്റിക്ക് മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ,
ഇനി അടുത്തത് മാർക്കറ്റ് റിസർച്ച് ആണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ മാർക്കറ്റ് റിസർച്ച് ഒരു ആൻസർ കിട്ടുന്നു. ആൻസർ കൊടുക്കും. വാട്ട് ഡു കസ്റ്റമർ വാണ്ട്സ്? കസ്റ്റമറിന് എന്താണ് ആവശ്യം? അപ്പൊ നമ്മുടെ ഒരു മാർക്കറ്റ് റിസർച്ച്, ഒരു ഗവേഷണം നമ്മൾ നടത്തണം. അപ്പൊ അതിനകത്ത് പല ആളുകളോട് പല രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? അവർക്കുടെ ആവശ്യം എന്താണെന്ന് അറിയാൻ പറ്റും, അല്ലെ? വാട്ട് ഡു കസ്റ്റമർ വാണ്ട്സ്? കസ്റ്റമറിന് എന്താണ് വേണ്ടത്? വാട്ട് പ്രൈസ് ഹി ഈസ് റെഡി ടു പേ? എത്ര വില കൊടുക്കാൻ അവര് തയ്യാറാവും? വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ? അത് എത്ര വില കൊടുക്കാൻ അവര് തയ്യാറാവും? വെയർ ആൻഡ് വെൻ ഗുഡ്സ് ആർ റിക്വയർഡ്? എവിടെ എപ്പോഴാണ് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്? റിക്വയർഡ്. ദെൻ മാർക്കറ്റിംഗ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം എബോർഡ്. എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കറ്റിംഗ് ആരംഭിക്കണം ഏതിനു മുന്നേ? ബിഫോർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് മുന്നേ മാർക്കറ്റിംഗ് ആരംഭിക്കണം. ഉണ്ടോ? പ്രൊഡക്ഷന് മുന്നേ, അതായത് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിംഗ് ആരംഭിക്കണം. എന്തിനാ അങ്ങനെ പറയണേ? നമ്മളെല്ലാ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു മാർക്കറ്റിംഗ് വന്നാ പോരെ? നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഇറങ്ങണേക്കായി മുന്നേ അവിടെ അഡ്വർടൈസ്മെന്റ് വന്നു കഴിയും, അല്ലെ? ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു മാർക്കറ്റിലേക്ക് എത്തുന്നേക്കായി മുന്നേ പരസ്യങ്ങൾ വരും നേരത്തെ. എന്താ? ആ സാധനം മാർക്കറ്റ് നീഡ്സ് അറിയാൻ, പിന്നെ നീഡ്സ് അറിയാൻ ടു നോ ദ കസ്റ്റമർ വാണ്ട്സ്, ആ കസ്റ്റമറിന്റെ ആവശ്യകത അറിയാനായിട്ട്, പിന്നെ എന്താ പറയാ, ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ പിന്നെ അല്ലാതെ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് പിന്നെ ഒരു മാർക്കറ്റിംഗ് എന്താ പറയാ മാർക്കറ്റിംഗ് കൊണ്ടുവന്നാ നമുക്കത് ഒരു അഡ്വർടൈസ്മെന്റ് കൊണ്ടുവന്ന അത്രയും ആളുകളിലേക്ക് എത്തൂല, അല്ലെങ്കിൽ അത്രയും ഇതില്ല. അതുകൊണ്ട് എപ്പോഴും എങ്ങനെ പറഞ്ഞേക്കണേ? മാർക്കറ്റിംഗ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം എബോർഡ്. പ്രൊഡക്ഷൻ, അത് ഉൽപാദനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിംഗ് ആരംഭിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. മാർക്കറ്റിംഗ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം എബോർഡ്. മനസ്സിലായോ? അതായത് ആ പ്രൊഡക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആളുകൾ എല്ലാവരും ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്കൊരു അവയർനെസ് കിട്ടണം. എങ്കിലല്ലേ പെട്ടെന്ന് സെയിലായി പോകുള്ളൂ. അതുകൊണ്ട് ഇനി അടുത്തത് നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ? മാർക്കറ്റിംഗ് എൻഡ്സ്. മാർക്കറ്റിംഗ് പരാജയത്തിൽ കലാശിക്കും. എൻഡ്സ് ഇൻ ഫെയിലിയർ ആണ്. മാർക്കറ്റിംഗ് എൻഡ്സ് ഇൻ ഫെയിലിയർ. ഫെയിലിയറിൽ കലാശിക്കും. എങ്ങനെയാ? Business is product oriented rather than customer oriented. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. മാർക്കറ്റിംഗ് ends in failure. മാർക്കറ്റിംഗ് പരാജയത്തിൽ കലാശിക്കും. When business is product oriented. എന്താ? പ്രൊഡക്റ്റിനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ, ബിസിനസ് ഒരു പ്രൊഡക്റ്റിനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ മാർക്കറ്റിംഗ് എന്താവും? ഫെയിലിയർ, പരാജയത്തിൽ കലാശിക്കും. പ്രൊഡക്റ്റിനെ മാത്രം വെച്ചുകൊണ്ടാവരുത് മാർക്കറ്റിംഗ്. ഉണ്ടോ? ഏതിനേക്കാളും അവിടെ പറഞ്ഞേക്കണേ? റാദർ ദാൻ കസ്റ്റമർ ഓറിയന്റഡ്. അതായത് കസ്റ്റമറിനേക്കാളും പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ് എങ്ങനെയാവും? പരാജയത്തിൽ കലാശിക്കും. അപ്പൊ ആർക്കാ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? പ്രൊഡക്റ്റിനാണോ കസ്റ്റമറിനാണോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മാർക്കറ്റിംഗ് എപ്പോഴും എങ്ങനെയായിരിക്കണം? പ്രൊഡക്റ്റിന് ലക്ഷ്യം വെച്ചാണോ കസ്റ്റമറിനെ ലക്ഷ്യം? വെരി ഗുഡ്. ഏതാണ്? കസ്റ്റമറിന് തന്നെ കൊടുക്കണം അല്ലെ ഇമ്പോർട്ടൻസ്. അതായത് മാർക്കറ്റിംഗ് കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. കസ്റ്റമറിനാണ് പ്രധാനം. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം? പേഷ്യൻസിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്, അല്ലെ? ഇപ്പൊ നമ്മള് മാർക്കറ്റിംഗിലാണെങ്കിൽ നമ്മൾ കസ്റ്റമറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഉണ്ടോ? അതായത് മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. കസ്റ്റമറുമായിട്ട് നല്ല ഡീലിങ്സ് ആയിരിക്കണം, അല്ലെ? കസ്റ്റമറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഏതാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് ഒരു കോഴ്സ് പഠിച്ചില്ലേ? ഫ്രണ്ട് ഓഫീസിന്റെ എന്താ ഒരു കോഴ്സ് പഠിച്ചത് ഓർക്കണ്ടോ? കസ്റ്റമേഴ്സ് ആർ കിങ്സ്, കിങ്സ് ആർ നെവർ അൺഅറ്റൻഡഡ്. അല്ലെ? എന്താ പറഞ്ഞത്? കസ്റ്റമർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. അവര് ഒരിക്കലും എന്താ നമ്മള്
പരിഗണിക്കാതിരിക്കരുത് അല്ലെ. അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ബിസിനസ് എപ്പോഴും, മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമറിനെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം, കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആകുള്ളൂ. ഓക്കെ, കസ്റ്റമറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് കൂടി. മാർക്കറ്റിംഗ് ends in failure when business is product oriented rather than customer oriented. മനസ്സിലായോ അതിന്റെ മീനിങ്? മാർക്കറ്റിംഗ് എപ്പോഴും എങ്ങനെയാ? കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. പ്രൊഡക്റ്റിനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ മാർക്കറ്റിംഗ് എന്താണ്? പരാജയത്തിൽ കലാശിക്കും. അതാ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഞാനൊരു ഷോപ്പ് തുടങ്ങി, ഞാൻ നല്ല പ്രൊഡക്ട്സ്, നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ഞാൻ കൊണ്ടുവച്ചേക്കുന്നത് അവിടെ. ഇപ്പൊ ആരാണ് ഇവിടെ? സംഗീത, ആനസിയും കൂടിയും അല്ലെങ്കിൽ ശ്രുതി, ആരെങ്കിലും കൂടിയും എന്റെ ഷോപ്പിലേക്ക് വന്നു. ഞാൻ നിങ്ങൾ വന്നു കഴിയുമ്പോ നിങ്ങളോട് നല്ല ഡീലിങ്സ് അല്ല, നല്ല രീതിയിൽ പെരുമാറും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വരുമോ ആ ഷോപ്പിലേക്ക്? നല്ല സാധനമാണ് എന്റെ കടയിൽ ഇരിക്കുന്നത്, നല്ല ക്വാളിറ്റിയില് നല്ല പ്രൊഡക്റ്റ് ആണ് ഞാൻ കൊണ്ടുവച്ചേണ്ടത്. പ്രൊഡക്റ്റിന് ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് കൊണ്ടുവച്ചു, പക്ഷെ ഞാൻ കസ്റ്റമറുമായിട്ട് നല്ല ഡീലിങ്സ് വേണ്ടേ? അല്ലേ? നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുക, എന്താണ് ആവശ്യം, നിങ്ങളോട് നല്ലോണം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഇത് ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുള്ളൂ, വീണ്ടും അല്ലെ ആ ഷോപ്പിലേക്ക് വീണ്ടും വരുള്ളൂ. അപ്പൊ അതാണ് അവിടെ കസ്റ്റമർക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫ്രണ്ട് ഓഫീസിലും നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കസ്റ്റമറിനായിരിക്കണം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അത്രയാണ് ആ ഒരു പേജിന് അവിടെ ഇപ്പൊ പഠിക്കാനുള്ളത് കേട്ടോ. ലാസ്റ്റ് ലൈനിന് ലാസ്റ്റ് 2 പോയിന്റ്, മാർക്കറ്റ് റിസർച്ചില് ലാസ്റ്റ് 2 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഇനി അടുത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞെന്താ മലയാളം? തന്ത്രങ്ങൾ. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. തന്ത്രങ്ങളില്ലേ അല്ലെ? സൂത്രങ്ങളില്ലേ? എന്തൊക്കെ ട്രിക്കാ അല്ലെ? ഓരോരോ പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ വിൽക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഇത് കൂട്ടാനൊക്കെ ആയിട്ട് പല സ്ട്രാറ്റജീസും ഉപയോഗിക്കും, പല പല തന്ത്രങ്ങളും ഉപയോഗിക്കും അല്ലെ. ആൾക്കാരെ ട്രാപ്പിലാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സെയിലാവാൻ വേണ്ടിയിട്ട് പല പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കും. ഇവിടെ നോക്കിയേ, നമുക്ക് പഠിക്കാതെ എന്താ? ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ട്, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നോക്കാം കേട്ടോ. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമർ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? കൺസ്യൂമറിൽ നിന്നാണ്. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ്. ഒരു ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് കൺസ്യൂമറിൽ നിന്നാണ്. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? ഒരു ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്ന ആരിൽ നിന്നാണ്? കൺസ്യൂമർ. അവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, കൺസ്യൂമർ, കൺസ്യൂമറിനാണ് ഇമ്പോർട്ടന്റ്. മാർക്കറ്റിംഗ് കേട്ട് കഴിഞ്ഞാൽ കൺസ്യൂമറിനാണ് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കേണ്ടത്. മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ഏതാണ്? കൺസ്യൂമറിൽ നിന്നാണ്. Once the target segment of the consumer is identified and their requirements is evaluated. ഒരു പ്രാവശ്യം നമ്മള് ഈ കൺസ്യൂമറിന്റെ ടാർഗറ്റ് സെഗ്മെന്റ് ഓഫ് ദ കൺസ്യൂമറിന്റെ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകതകള് മനസ്സിലാക്കുകയും ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താ? വർക്കിംഗ് ഔട്ട് ദ സ്ട്രാറ്റജി ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് വർക്ക്ഔട്ട് ചെയ്യുക, ആ തന്ത്രങ്ങള് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. മനസ്സിലായോ? ഒരു പ്രാവശ്യം നമ്മള് ഈ ടാർഗറ്റ്, നമ്മുടെ കസ്റ്റമറിന്റെ, കൺസ്യൂമറിന്റെ ടാർഗറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരുടെ ആവശ്യകതകള് മനസ്സിലാക്കി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഏതാണ്? വർക്കിംഗ് ഔട്ട് ദ സ്ട്രാറ്റജീസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Once the target segment of the consumer is identified and their requirements evaluated, next step is working out the strategies. ആ strategies workout ചെയ്യുകയാണ്. ഇവിടെ കണ്ട ഒരു നല്ല പടം കൊടുത്തേണ്ട അല്ലേ? എന്താണ് അത് എഴുതുന്നത്? 4 P's of marketing. അവിടെ P കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റില് ഒരു അപ്പോസ്ട്രോഫി ഇട്ടോ കേട്ടോ.
അവിടെ ഒരു അപ്പോസ്ട്രോഫി കൂടി വരുന്നുണ്ട്. 4 P's ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിലെ 4 P's എന്നറിയപ്പെടുന്നത് എല്ലാ എക്സാമിനും ചോദിക്കും കേട്ടോ. എല്ലാ എക്സാമിനും 4 P'സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, മാർക്കറ്റിംഗ് 4 P's ഓഫ് മാർക്കറ്റിംഗ് ഏതാണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. കിട്ടിയോ? ഏതൊക്കെയാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പൊ അവിടെ ചോദിക്കാം which of the following is included in 4 P's of marketing? ഇൻക്ലൂഡ് ചെയ്തത് ഏത്? which of the following is not included in 4 P's of marketing? അങ്ങനെ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അവിടെ ഇമ്പോർട്ടന്റ് എന്ന് തന്നെ എഴുതി വെക്കാം. 4 P's of marketing. എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് വായിച്ചേ. ഏതൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ 4 P's എന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്. ഇനി എന്താണ് ഇതല്ലാണ്ട് പറയണില്ല കേട്ടോ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ. എഴുതിയെടുക്കണമെന്നില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? എന്താ പ്രൊഡക്റ്റ്? എന്താ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാ? ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? പ്രൊഡക്റ്റ് എന്ന് പറയാം. എന്താണ്? നമുക്ക് ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന എന്തിനേയും പ്രൊഡക്റ്റ് എന്ന് പറയാം. ഏതാണെങ്കിലും നമ്മൾ എന്താ പറഞ്ഞേ? മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയാ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന എന്തിനേയും പ്രൊഡക്റ്റ് എന്ന് പറയാം. മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന എന്തിനേയും പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇനി അടുത്തത് എന്താ? പ്രൈസ്. എന്താ പ്രൈസ്? പ്രൈസ് എന്താ? പ്രൈസ് വില അല്ലേ? നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി, നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ നമ്മളൊരു കടയിൽ കയറി നമുക്കൊരു ചുരിദാർ വേണം അല്ലേ? അപ്പൊ എന്താ പറയാ, ആ ചുരിദാർ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസ ഇല്ലേ, നമ്മൾ കൊടുക്കുന്ന സാധനം, അതെന്താ? പ്രൈസ് ആണ്. നമുക്കത് കിട്ടാൻ വേണ്ടി, അതായത് ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സേവനം ആയിക്കോട്ടെ, അത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണ് പ്രൈസ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, അതാണ് പ്രൈസ്. ഇനി പ്ലേസ് എന്ന് പറഞ്ഞ എന്താ? സ്ഥലം അല്ലെ? എന്താണ് പ്ലേസ്? അതായത് സെയിൽസ് എവിടെയാണോ നടക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ കൺസ്യൂമർ അല്ലെങ്കിൽ അവർക്കുടെ യൂസർ എവിടെയാണോ, ആ സെയിൽ എവിടെയാണോ നടക്കുന്നത്, അതിനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. അവർക്കുടെ ലൊക്കേഷൻ ആണ് പ്ലേസ്. പർട്ടിക്കുലർ ലൊക്കേഷൻ, അതാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ആ യൂസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ പർട്ടിക്കുലർ പ്ലേസിനെയാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞ എന്താ? ഇനി നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലും ആ കൺസ്യൂമർ പേഷ്യന്റും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ്. അത് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ബാക്കിയൊക്കെ നമുക്ക് അറിയാം അല്ലെ? നമ്മള് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്നതിനെ പ്രൊഡക്റ്റ് എന്ന് പറയും. ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിനെ പ്രൈസ് എന്ന് പറയും. പ്ലേസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെയാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. പ്രൊമോഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ the organization and the consumer.
Communication link between organization and consumer. Organization link between communication link between organization and consumer. Consumer organization തമ്മിലുള്ള ഒരു communication link. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് നല്ല പ്രൈസ് സെറ്റ് ചെയ്തു പർട്ടിക്കുലർ ലൊക്കേഷനിലും എത്തിച്ചു. പക്ഷേ നമ്മൾ എന്താ പറയുക, പ്രൊഡക്റ്റ് ആണോ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന എന്തിനേയും പ്രൊഡക്റ്റ് എന്ന് പറയാം. നമ്മൾ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന എന്തിനേയും, അതായത് നമുക്ക് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന എന്തിനേയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്നതിന് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇനി ആ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിനെ എന്ത് പറയും? പ്രൈസ് എന്ന് പറയും. ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എന്താ? പ്രൈസ്. പൈസ കൊടുത്താലല്ലേ നമുക്കത് കിട്ടുള്ളൂ. ആ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിനെ പ്രൈസ് എന്ന് പറയുന്നു. ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ അവരുടെ ആ യൂസേഴ്സ് ഉള്ള ആ പർട്ടിക്കുലർ ലൊക്കേഷൻ, ആ ലൊക്കേഷനെയാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത്. സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ ആ ലൊക്കേഷൻ ആണ് പ്ലേസ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് യൂസർ. ഓർഗനൈസേഷനും യൂസറും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് നല്ല പ്രൈസ് സെറ്റ് ചെയ്തു, ഒരു പർട്ടിക്കുലർ പ്ലേസും നമ്മൾ സെറ്റ് ചെയ്തു. ആ പ്ലേസും അവൈലബിൾ ആക്കിയാലും നമ്മുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആ കൺസ്യൂമർ എങ്ങനെ അറിയും? അല്ലേ? നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കണം. അത് നമുക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുക്കാം, ടിവിയിൽ കൊടുക്കാം, അല്ലേ? അങ്ങനെ പല മെത്തേഡുകളുണ്ട്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകള്. ചാനലുകൾ വഴി കൊടുക്കാം, അല്ലേ? ന്യൂസ് പേപ്പറിൽ കൊടുക്കാം. അങ്ങനെ പല ഇതുണ്ട്. അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കൺസ്യൂമറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ 4 വേർഡും കിട്ടിയോ? അവിടെ പീസ് ഓഫ് മാർക്കറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാല് കിട്ടിയില്ലേ? ഓക്കെ, നല്ല എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം. ഏത് ഉറക്കത്തിലും പറയാൻ പാകത്തിന് പഠിച്ചു വെക്കാം. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഓക്കെ, ഇനി അതിനകത്ത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ഓക്കെ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, distribution strategy, promotional strategy, pricing strategy. കണ്ടോ? അപ്പൊ അതിനകത്ത് ചോദിക്കാം 4 piece of marketing നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ 4 strategies ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങള് ഏതൊക്കെയാ? പ്രൊഡക്റ്റിന്റെ തന്ത്രങ്ങളുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ, വിതരണം ചെയ്യാനുള്ള തന്ത്രങ്ങള്, പ്രൊമോഷണൽ കമ്മ്യൂണിക്കേഷനുള്ള തന്ത്രങ്ങള്, പ്രൈസിംഗ് സ്ട്രാറ്റജി, പ്രൈസ് സെറ്റ് ചെയ്യാനുള്ള തന്ത്രങ്ങള്. ഇതൊക്കെയാണ് 4 സ്ട്രാറ്റജീസിൽ ഉൾപ്പെടുന്നത്. പഠിച്ചല്ലോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഇതില് നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ ആണ് പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മളിവിടെ പ്ലേസ് എന്നല്ലേ പറഞ്ഞത്? പ്ലേസ് സ്ട്രാറ്റജി ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. പ്ലേസ് സ്ട്രാറ്റജി തന്നെയാണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്ലേസ് സ്ട്രാറ്റജി, പ്രൊമോഷൻ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. കിട്ടിയോ? 4 സ്ട്രാറ്റജീസ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി മാർക്കറ്റിംഗ് മിക്സ് എന്താണ്? The mixing of 4 strategies. ചോദിക്കാം. 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്.
ഫോർ സ്ട്രാറ്റജീസിന്റെ മിക്സിനെയാണ് എന്നത് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, ദ മിക്സിംഗ് ഓഫ് ഫോർ സ്ട്രാറ്റജീസ്, അതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അത് നോക്കിയേ, ദ മിക്സിംഗ് ഓഫ് ദ ഫോർ സ്ട്രാറ്റജീസ് ഫോർ എ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് പ്രോഗ്രാം ആൻഡ് ഫോർ ദ കണ്ടിറ്റ്മെന്റ്. കണ്ടിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി, സംതൃപ്തി of the chosen consumer segment is called the marketing mix. ഫുൾ ആയിട്ട് നോക്കിയില്ലെങ്കിലും ഒന്ന് വായിച്ചു വെക്കുക. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാമിന് വേണ്ടി, ഒരു വിജയകരമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാമിനും ഒരു തിരഞ്ഞെടുത്തിട്ടുള്ള കൺസ്യൂമറിന്റെ സംതൃപ്തിക്കും വേണ്ടിയുള്ള ഫോർ മാർക്കറ്റ് മിക്സിനെയാണ്, ഫോർ സ്ട്രാറ്റജീസിന്റെ മിക്സിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഫോർ സ്ട്രാറ്റജീസിന്റെ മിക്സിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിംഗ് മിക്സിന്റെ ബേസിക് കമ്പോണന്റ് ആണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. കിട്ടിയോ? മാർക്കറ്റിംഗ് മിക്സിന്റെ ബേസിക് കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. ഈ 4 കാര്യങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് ഇരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ 4 P's ഓഫ് മാർക്കറ്റിംഗ് പറയാം? ഈ 4 കാര്യങ്ങളെയും ആശ്രയിച്ചിട്ടാണ് മാർക്കറ്റിംഗ് മിക്സ് ഇരിക്കുന്നത്. ഓക്കെ, അതിനെ ഇങ്ങനെ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ മാർക്കറ്റിന് എന്ത് കിട്ടുള്ളൂ? സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾട്ട് ആയി കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവില്ല. നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം, കൊടുക്കുന്ന സെറ്റ് ചെയ്യുന്ന പ്രൈസ്, ആ പ്ലേസ്, പ്രമോഷൻ, കമ്മ്യൂണിക്കേഷനും ശരിയായാൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? ഒരു മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആവുള്ളൂ. ഉണ്ടോ? ഒരു ശരിയായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അവർക്ക് മാർക്കറ്റിംഗിന് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള് മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളതും ആ 4 സ്ട്രാറ്റജീസിന്റെയും മിക്സിനെയാണ്. ഏതൊക്കെയായിരുന്നു? ഫോർ സ്ട്രാറ്റജി, പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്ലേസ് സ്ട്രാറ്റജി, പ്രമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നു. ഒരു ശരിയായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് മാർക്കറ്റിംഗില് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഈക്വൽ ആയിട്ട്, എല്ലാം ഒരേ രീതിയില്, നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് മാർക്കറ്റിംഗ് എന്താവുള്ളൂ? സക്സസ് ആവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ്? പ്ലേസ് സ്ട്രാറ്റജി എന്താണ്? ഈ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യണവരാരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ബികോം ഒക്കെ ഉള്ളവർ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ടാവാം, എങ്കിലും മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യണ്ടോ? നിങ്ങളൊക്കെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിക്കണ്ടോ? അവിടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? അല്ലെ, എന്തിനൊരു ട്രിക്ക് വേണം അല്ലെ? ഇവിടെ ഒരു ബിസിനസ് നല്ല രീതിയിൽ വിജയിക്കണമെങ്കിലും ഒക്കെ എന്താണ്? ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ ഓരോന്ന് പഠിക്കാനുണ്ട്. ഇനി ഓരോ ഇതിലും അതിന്റെ ഇലവൻസ് ഇതൊക്കെ പഠിക്കുമ്പോ പറയുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേഷ്യൻസിനെ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവരാനായിട്ട് അവര് കുറെ ട്രിക്സ് പ്രയോഗിക്കുന്നുണ്ട് അവര്, അല്ലേ? നല്ലൊരു എന്താ പറയാ, ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അത് എവിടെന്നാ തുടങ്ങുന്ന? ഫ്രണ്ട് ഓഫീസിൽ നിന്ന് മുതല്, അല്ലേ? നമ്മള് പറഞ്ഞില്ലേ, ഫ്രണ്ട് ഓഫീസിൽ ഒരു പേഷ്യന്റ് ആദ്യം ചെല്ലുന്ന സ്ഥലമാണ്. അവിടെ നല്ല രീതിയിൽ നമ്മളോട് ഡീൽ ചെയ്താണെങ്കിൽ, അല്ലെ, നല്ല രീതിയിൽ സംസാരിച്ച് നമ്മളെ കുറച്ചുകൂടി കെയർ കൊടുക്കാണ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകൂലേ? അത് അവർക്കൂടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്.
ഓക്കെ, അങ്ങനെ പല സ്ട്രാറ്റജീസും നമ്മള് ഹോസ്പിറ്റലുകളിലും ജനറൽ ആയിട്ട് മാർക്കറ്റിംഗ് ഫീൽഡില് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഒന്ന് രണ്ട് സെന്റൻസ് നോക്കാം കേട്ടോ. ഡിസിഷൻ അബൌട്ട് ദ ന്യൂ പ്രൊഡക്റ്റ്. ആദ്യം എന്താ വേണ്ടേ? ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള തീരുമാനം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു സംഭവം തുടങ്ങുക, അപ്പൊ ഏത് പ്രൊഡക്റ്റ് വേണം, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു തീരുമാനം. ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ്. ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള തീരുമാനം. Product strategy consists of offering right consumer goods and services to the right target audience. അപ്പൊ എന്താ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്? എന്താ വരുന്നത്? കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ്. ശരിയായ സാധനങ്ങള്, റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളാകാം സേവനങ്ങളാകാം. അതെങ്ങനെയാ? ശരിയായതായിരിക്കണം അല്ലെ? നല്ല രീതിയിലുള്ള ശരിയായ ഗുഡ്സും സർവീസസും ആർക്ക്? ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. ശരിയായ ടാർഗറ്റ് ഓഡിയൻസിന് ശരിയായിട്ടുള്ള ഗുഡ്സും സർവീസുകളും ഓഫർ ചെയ്യുക. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത്. Product strategy consists of offering the right consumer goods and services to the right target audience. ഇത് കൂടി ഒന്ന് നോക്കിയോട്ടോ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത് ഏത്? എക്സാമിന് ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടാ. ഓക്കെ, ഇതിനകത്ത് ഏത് സ്ട്രാറ്റജി ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ചോദിക്കാം. ഡിസിഷൻ അബൌട്ട് ദ ന്യൂ പ്രൊഡക്റ്റ്. ഏത് സ്ട്രാറ്റജിയിൽ വരുന്ന? ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള തീരുമാനം. ഡിസിഷൻ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. ഇത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ എന്താണ്? ഓഫറിംഗ് right consumer goods and services to the right target audience. Then product strategy consists of എന്തൊക്കെയാ? quality, new product, package, design and brand names, research development. ഇതെല്ലാം പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി, new product, package, design, brand name, research and development. ഈ ഒരു സെന്റൻസ് കൂടിയുള്ള തീർന്നു. എന്താണ്? The aim of product strategy is to evolve product that will meet the buyer expectation. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തു. എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം? വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക. അല്ലെ? ഞാൻ വാങ്ങാൻ പോണേ, അപ്പൊ എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഉണ്ടാവുന്നത്. അല്ലെ? അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. The aim of the product strategy is to evolve product that will meet the buyer expectation. വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസും കൂടി. ലാസ്റ്റ് സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് എയിം എന്താണ്? അപ്പൊ ഞാൻ എന്താ പറയാ, ഒരു കടയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ എന്റെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ എന്റെ ഇത് എന്താണെന്ന് അനുസരിച്ച് അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ. നമ്മളൊരു പ്രൊഡക്റ്റ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൺസ്യൂമറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. The aim of product strategy is to evolve product that will meet buyer expectation. വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇപ്പോ നമുക്ക് ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അല്ലെ? ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഒക്കെ ഉണ്ടാക്കാൻ. നിങ്ങൾ ഉണ്ടാക്കാറില്ലേ? ഒക്കെ ഉണ്ടാക്കൂല്ലേ വീട്ടില്? അതിന്റെ തിരക്കിലൊക്കെയാണ്. അതുകൊണ്ടാണ് കുറച്ച് പേര് ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ അല്ലെ? കുറച്ച് പേരൊക്കെ ഭയങ്കര ബിസിയാണ്. എങ്കിലും ഈ തിരക്കിന്റെ ഇടയിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കയറിയ നിങ്ങൾക്ക് എന്താ പറയാ, വലിയൊരു താങ്ക്സ് ഞാൻ പറയാ കേട്ടോ. ഓക്കെ, ഇത്രയും പഠിക്കാനുള്ളൊരു എന്താ പറയാ, ഈ തിരക്കിന്റെ ഇടയിൽ പോലും ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കാണണം എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കയറിയത് അല്ലേ? അത്രയും നിങ്ങൾ പഠിക്കാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയോട് ഞാനൊരു താങ്ക് പറയും. ഓക്കെ,
അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഓരോ ചെയ്തതിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിനും അതുപോലെയുള്ള ഒരു നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാൻ ഷുവർ ആയിട്ട് പറയുകയാണ്. നിങ്ങൾ പല തിരക്കുകളും മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ കയറിയേക്കണേ. നിങ്ങൾക്കും തിരക്കില്ലേ വീട്ടില്? ഇല്ലേ? ഇല്ലേ? മെറീന എല്ലാവർക്കും ഉണ്ടല്ലേ? അങ്ങനത്തൊക്കെ ആയിട്ട് അതിന്റെ ഇടയിൽ ക്ലാസ് ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.